ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കാന്തനെ വരവിനെത്ര താമസം വിധോ കത്തു കത്തു പാരിതിൽ ഞാൻ പാർത്തിടുന്നവോ. കാന്തനെ വരവിനെത്ര താമസം വിധോ കത്തു കത്തു പാരിതിൽ ഞാൻ പാർത്തിടുന്നവോ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. രാജ്യത്തോടെതിർത്തു തോൽപ്പിച്ചിടുന്നു. ജാതി ജാതിയോട് പോരിനായുധങ്ങളാ രാജ്യത്തോടെതിർത്തു തോൽപ്പിച്ചിടുന്നു. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. വന്നു കൺമനാശയേറി കാത്തിടുന്നു ഞാൻ. വന്നു കൺമനാശയേറി കാത്തിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. രോഗങ്ങളും പീഡകളും ചേരിടുന്നല്ലോ. ക്ഷാമവും ഭൂകമ്പങ്ങളും വർദ്ധിച്ചിടുന്നേ. രോഗങ്ങളും പീഡകളും ചേരിടുന്നല്ലോ. കാന്തൻ തൻ വരവിൽ ലക്ഷ്യമെങ്ങും കാണുന്നേ. കാന്തൻ തൻ വരവിൽ ലക്ഷ്യമെങ്ങും കാണുന്നേ. വേഗം വന്ന് നാശ തീർത്തു ചേർത്തു കൊള്ളണേ. വേഗം വന്ന് നാശ തീർത്തു ചേർത്തു കൊള്ളണേ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. മധ്യവാനിൽ ദൂതരൊത്തു കാന്തൻ വരാറാ. കാഹളത്തിൻ നാദമെന്റെ കാതിൽ കേൾക്കാറാ. മധ്യവാനിൽ ദൂതരൊത്തു കാന്തൻ വരാറാ. കാത്തിരിക്കും ശുദ്ധരെ താൻ ചേർത്തു കൊള്ളാറാ.
കാത്തിരിക്കും ശുദ്ധരെ താൻ ചേർത്തു കൊള്ളാറാ. തേജസ്സേറും പൊന്മുഖത്തെ മൊത്തം ചെയ്യാറാ. തേജസ്സേറും പൊന്മുഖത്തെ മൊത്തം ചെയ്യാറാ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായയെന്നുറച്ചിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായയെന്നുറച്ചിടുന്നു ഞാൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനവുമായി നിൽക്കുവാൻ ഒരിക്കൽ കൂടി എളിയവനായി എനിക്ക് കർത്താവ് തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ വായിക്കാം. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ദൈവത്തിന് സ്തോത്രം. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് ഈ മനുഷ്യരെല്ലാം എന്താണ് പറയുന്നത്? മനുഷ്യപുത്രനെക്കുറിച്ച് മനുഷ്യരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ പറയുന്നു അവൻ യോഹന്നാൻ സ്നാപകനാണ്, മറ്റു ചിലർ ഏലിയാവെന്നും, മറ്റു ചിലർ ഏലിയാവാണെന്ന് പറഞ്ഞു. വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ വേറെ ചിലർ പറയുകയാണ് അവൻ യരമ്യാവാണോ പ്രവാചകന്മാരിൽ ഒരുത്തനാണോ, അവരാരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വന്നതാണോ എന്ന് ജനങ്ങൾ പല കാര്യങ്ങളാണ് പറയുന്നത് നിന്നെക്കുറിച്ച്. അവരുടെ അഭിപ്രായം പലതാണെന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? കർത്താവിന് അറിയാൻ ആകാംക്ഷയുള്ള കാര്യമാണ് എന്ത്? ലോകത്തിലെ മനുഷ്യർ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, അവരെന്നെക്കുറിച്ച് എന്തെങ്കിലുമാണ് ചിന്തിക്കുന്നതെങ്കിലും ഞാൻ ആരാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും പ്രിയപ്പെട്ട അന്നത്തെ സമൂഹത്തിലുള്ളവർ അവരെല്ലാം ചിന്തിച്ചത് ഇവൻ രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ ഇവൻ ജീവനുള്ള പുത്രനായ ക്രിസ്തുവാണെന്ന് അവരാരും തിരിച്ചറിഞ്ഞില്ല. അവർ പറയുകയാണ് ഇവൻ ഏലിയാവാണോ യരമ്യാവാണോ ഏതെങ്കിലും പ്രവാചകന്മാർ ഉയർത്തെഴുന്നേറ്റതാണെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തറിയുന്നു? ഞാൻ ആരാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നതെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ചാടി പറയുന്ന ഉത്തരമാണ് നാം വായിച്ചു കേട്ടത്. ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഞങ്ങളോട് കൂടെ നടക്കുന്നത് എന്ന് പത്രോസിന് മനസ്സിലായി എന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗം ഇതുപോലെ തന്നെ വേദപുസ്തകത്തിൽ മറ്റു ഭാഗത്തും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 27 മുതലും ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 18 മുതലും ഈ 3 ഭാഗങ്ങളിലും ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ 3 ഭാഗത്തും അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവിന് അത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളം കുളിർത്തു എന്ന് ഞാൻ പറയും. കാരണം കർത്താവ് കേൾക്കാൻ ആഗ്രഹിച്ചത് ഞാൻ ആരാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾക്ക് ചാടി പറയുവാൻ തക്കവണ്ണമുള്ള ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു വെളിപ്പാട് അവന് കിട്ടിയല്ലോ എന്ന് പ്രിയപ്പെട്ടവരെ കർത്താവ് അത് കേട്ട് പത്രോസിനോട് പറയുകയാണ്, ബരയോനായ ശീമോനെ നീ ഭാഗ്യവാൻ. പത്രോസ് കർത്താവിൻ്റെ കൂടെ നടന്നുവെങ്കിലും അന്നുവരെ കേൾക്കാത്ത ഒരു ശബ്ദമാണ്. ഭൂമിയിലെ മനുഷ്യൻ ചിന്തിക്കും, ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉയർച്ചയുണ്ടാകുമ്പോൾ, ഇവിടെ സമ്പന്നനാകുമ്പോൾ, ഇവിടെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ അതെല്ലാം ഒരു ഭാഗ്യമാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്. അതെല്ലാം ലോകപ്രകാരം ഭാഗ്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. നല്ല ആരോഗ്യത്തോടെ ജീവിക്കുക, ഒന്നിനും അലട്ടിലില്ലാതെ ജീവിക്കുക. എന്നാൽ ദൈവമക്കളെ കർത്താവ് പറഞ്ഞ ഭാഗ്യം അതല്ല. കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ, യേശുക്രിസ്തുവിൻ്റെ നോട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു ശരിയായ ആത്മീയൻ്റെ ദൃഷ്ടിയിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ നേട്ടങ്ങളോ സമ്പാദ്യങ്ങളോ നമ്മുടെ മക്കളോ നമ്മുടെ നിക്ഷേപങ്ങളോ ഒന്നുമല്ല ഭാഗ്യം. നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യമോ ആരോഗ്യമോ ഒന്നുമല്ല ഭാഗ്യം. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് അപ്പോസ്തലനായ പത്രോസിനോട് പറയുകയാണ്, നീ ഒരു ഭാഗ്യവാനാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് പറയുമോ അങ്ങനെ?
മകനെ നീ ഒരു ഭാഗ്യവാനാണ്. ഈ അന്ധകാരം കൊടികുത്തി വാഴുന്ന തലമുറയിൽ നീ ഒരു ഭാഗ്യവാനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ആരെന്നറിയാതെ, രക്ഷ എന്തെന്നറിയാതെ, രക്ഷകരെന്ന് ആരെന്നറിയാതെ ഇന്ന് തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഈ അന്ധകാരവും കൂരിരുട്ടുമുള്ള തലമുറയുടെ നടുവിൽ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് പറയുമോ, മകനെ നീ ഒരു ഭാഗ്യവാനാണെന്ന്, മകളെ നീ ഒരു ഭാഗ്യവതിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഒരുപക്ഷെ രോഗം നിന്നെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, കടം നിനക്ക് കുമിഞ്ഞുകൂടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, മക്കളെല്ലാം നിനക്ക് പ്രതികൂലമായിരിക്കാം, ഭർത്താവ് ഒരുപക്ഷെ മദ്യത്തിൻ്റെ അടിമയായിരിക്കാം, അല്ല ഭർത്താവ് ചിലപ്പോൾ അകാലത്തിൽ കടന്നുപോയിരിക്കാം. ലോകപ്രകാരം മനുഷ്യൻ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് പല ബലഹീനതകളുമുണ്ട്, പോരായികകളുണ്ട്, കുറവുകളുണ്ട്. എന്നാൽ ദൈവത്തിലെ ക്രിസ്തു നിന്നെ നോക്കുമ്പോൾ അവൻ നിന്നെ നോക്കി പറയുമോ, മകളെ നീ ഒരു ഭാഗ്യവതിയാണെന്ന്, മകനെ നീ ഒരു ഭാഗ്യവാനാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണ് പ്രിയപ്പെട്ടവരെ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? ദൈവത്തിൻ്റെ സ്തോത്രം, അതൊരു മാനുഷികമായ വെളിപ്പാടല്ല പത്രോസിന് കിട്ടിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം, സാധാരണ ഒരു മനുഷ്യന് പറയാൻ കഴിയുന്ന കാര്യമല്ല അപ്പോസ്തലൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട പത്രോസ് യേശുവിനെ ഏറ്റുപറയുകയാണ്. ആ തലമുറയിൽ അംഗീകാരമില്ലാതിരുന്ന, അധികാരസ്ഥാനത്തിരുന്നവരെല്ലാം തള്ളിക്കളഞ്ഞ, കൊല്ലാൻ കൊതിച്ച, യേശുവിനെ ഭ്രഷ്ടരാക്കുവാൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും എല്ലാമുള്ള ആ തലമുറയുടെ നടുവിൽ പ്രിയപ്പെട്ട അപ്പോസ്തലനായ നിരക്ഷര ഉച്ചിയായ മീൻപിടുത്തക്കാരനായ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ദൈവമക്കളെ, കർത്താവ് പറയുകയാണ് അതൊരു വെളിപ്പാടാണ് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം, അതൊരു വെളിപ്പാടാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എന്താണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്താണ്? അത് നാം എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതാണോ? ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നതാണോ? ഏതെങ്കിലും പ്രമാണങ്ങളുടെ പിന്നാലെ നാം നടക്കുന്നതാണോ? അതൊക്കെ ഒരു വശമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവ് പറഞ്ഞത്? അതൊരു വെളിപ്പാടാണെന്ന്. ക്രിസ്തു മനുഷ്യന് വെളിപ്പെടുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊരു മർമ്മമാണ്, അതൊരു വെളിപ്പാടാണ്. അത് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ആർക്കും എടുത്തു കൊടുക്കുവാൻ കഴിയുന്നതല്ല. ഈ വെളിപ്പാട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ക്രിസ്തുവിനെ അപ്പോസ്തലന് മനസ്സിലായി, അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവൻ ലോകത്തിൻ്റെ രക്ഷകനാണെന്ന്, ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവാണെന്ന്, ഇവൻ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ട് വന്നതാണെന്ന്. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. അത് കേട്ടപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നീ ഒരു ഭാഗ്യവാനാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കി നമുക്ക് പറയാൻ കഴിയുമോ, ഈ അന്ധകാരമുള്ള തലമുറയുടെ നടുവിൽ സത്യവിശ്വാസം എന്തെന്നറിയാതെ ജീവിക്കുന്ന മാനവരാശിയുടെ മധ്യത്തിൽ ഈ എളിയവനായി എന്നെ നോക്കി കർത്താവ് പറയുന്നു എന്ത്? മകനെ, ഈ അന്ത്യകാല തലമുറയിൽ നീ ഒരു ഭാഗ്യവാനാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഒരു ഭാഗ്യം ലഭിച്ചു പ്രിയപ്പെട്ടവരെ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം പ്രിയപ്പെട്ടവരെ. സ്വർഗം അംഗീകരിക്കുന്ന ഭാഗ്യം അതാണ്. എന്ത്? യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യന് വെളിപ്പെട്ട് കിട്ടുക, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടുക, യേശു ക്രിസ്തുവിന് വേണ്ടി ഈ നിസാരമായ ആയുസ് സമർപ്പിക്കാൻ ഭാഗ്യം കിട്ടുക. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം നല്ലതായിരുന്നുകൊണ്ടല്ല, കഴിഞ്ഞ കാലങ്ങളെല്ലാം ശ്രേഷ്ഠമായിരുന്നതുകൊണ്ടല്ല, അതെല്ലാം ക്ഷമിച്ചു തന്ന, അതെല്ലാം മറച്ചു തന്ന, അതെല്ലാം കഴുകി തന്ന, അതെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞ ആ കാൽവറിയിലെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, അവനെ തിരിച്ച് സ്നേഹിക്കുവാൻ, അവന് വേണ്ടി ഈ ക്ഷണികമായ ആയുസ് സമർപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ദൈവമക്കളെ? അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മറ്റെല്ലാം നാം വിട്ടുവിടുന്നൊരു ദിവസം കടന്നു പോകും. കർത്താവ് പറഞ്ഞു, വരയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്തിനെ നിനക്കിത് വെളിപ്പെടുത്തിയത്. കർത്താവ് പറയുകയാണ്, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ പിതാവാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഈ മർമ്മം വെളിപ്പെടുത്തി തന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ഒരു മനുഷ്യന് വെളിപ്പെട്ട് കിട്ടുക. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ നിക്ഷേപമായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നെ എന്തിനാ കുറവുള്ളത്? നാം എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? നാം എന്തിനെയോർത്താണ് നിരാശപ്പെടേണ്ടത്? എന്തിനെയോ
എന്തിനോർത്താ നാം ആകുലപ്പെടേണ്ടത്? ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ നാം ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, എന്നെ മെനഞ്ഞവൻ, എറിയപ്പെട്ടവരെ അവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ അവനറിയാം എന്നെ ഏതെല്ലാം വഴികളിലൂടെ നടത്തണം, ഏതെല്ലാം വഴികളിലൂടെ എന്നെ നടത്തിയാൽ ഞാൻ നിത്യതയിൽ എത്തുമെന്ന്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ അവനെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യഥാർത്ഥമായ സമർപ്പണം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുകയാണ്. നാം ആഗ്രഹിക്കുന്ന വഴികളിലൂടെയല്ല, നാം പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെയല്ല, പ്രിയപ്പെട്ടവരെ പ്രതിബന്ധങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിക്കാത്ത പലതിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മെ ദിനംതോറും നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാ? നമ്മെ ആ വാടാത്ത കിരീടം ചൂടിക്കുന്ന ഒരു ദിവസമുണ്ട്, അതിനുവേണ്ടി നമ്മെ ഒരുക്കുകയാണ് ദൈവമക്കളെ. ഈ അല്പകാല ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമുക്ക് വചനം തരുന്നത്, അതിനാണ് നാം കൂട്ടായ്മ കൂടുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനാണ് നമുക്ക് ഈ ഭൂമിയിൽ വരാതെ ആയുസ് നീട്ടി നീട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ ഒരുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് പറഞ്ഞു, പത്രോസേ, നീ ഒരു ഭാഗ്യവാനാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കെന്നെ വെളിപ്പെടുത്തി തന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ചേർത്തൊരു കാര്യം പറയട്ടെ. ദൈവമക്കളെ, നാം നാളുകളായി വചനം കേൾക്കുന്നവരാണ്, കൂട്ടായ്മയിൽ നിരന്തരം വരുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, നിന്നെ എനിക്ക് വെളിപ്പെട്ട് കിട്ടണമേ. ദൈവമക്കളെ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വരണം. അനേകർ ചിന്തിക്കും, ഞാൻ നാളുകളായല്ലോ വചനം കേൾക്കുന്നു, കൂട്ടായ്മയിൽ വരുന്നു, പല പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ തെറിച്ചു പോയി. എല്ലാം സത്യമാണ് പ്രിയപ്പെട്ടവരെ, അതെല്ലാം നല്ലതാണ്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന്. നിന്നെ കാണേണ്ടതുപോലെ കാണാൻ എൻ്റെ കർത്താവേ എൻ്റെ ഉൾക്കണ്ണ് തുറക്കണമേ എന്ന്, എൻ്റെ ആത്മീയ നയനങ്ങൾ തുറക്കണമേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഈ ലോകത്തിൽ വിലമതിച്ചിരിക്കുന്നതും വിലയുള്ളതായി കണ്ടിരിക്കുന്നതും ഞാൻ ഈ കാലമത്രയും സ്നേഹിച്ചതും താലോലിച്ചതുമായ ഈ ലോകത്തെക്കാളെല്ലാം ഉപരിയായി എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും എന്നെ രൂപാന്തരപ്പെടുത്തുകയും എൻ്റെ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്ന കർത്താവിനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടണമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് പിന്നെയും താഴോട്ട് പറയുകയാണ്, വായിക്കാം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എവിടെയാണ് സഭ പണിയപ്പെടുന്നത്? ക്രിസ്തുവിലാണ് സഭ പണിതിരിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന്. ഇവിടെ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവമക്കളെ, അതൊരു വലിയ അറിവാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മുടെ വിശ്വാസം എവിടെയാണ്, നമ്മുടെ അടിസ്ഥാനം എവിടെയാണ്? നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. പ്രിയപ്പെട്ട യേശു ക്രിസ്തു എന്ന ആ അടിസ്ഥാന കല്ലിനോട് ചേർത്താണ് സഭ പണിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അടിസ്ഥാന കല്ലാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് സഭയോട് ചേർന്ന് പണിയപ്പെടുകയാണ്. ക്രിസ്തു എന്ന ആ മൂലക്കല്ലിനോട് ചേർത്ത്, അല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ക്രിസ്തുവാണ് ആ പാറയെന്ന് തിരുവചനത്തിൽ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിക്കുന്ന ഒരു പാറയുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ഒരു പാറയുണ്ടായിരുന്നു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ നടത്തിയത്, അവരനുഗമിച്ചത് ക്രിസ്തുവാകുന്ന പാറയുടെ പിന്നാലെയായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ദൈവമക്കളെ, സഭയെ പണിയുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാണ്. ദൈവമക്കളെ, ഞാനും നിങ്ങളും അടിസ്ഥാന ശിലയാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. അപ്പോസ്തലനായ പത്രോസ് പറയും, 1 പത്രോസ് 2-ന്റെ
4-5 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും പ്രിയപ്പെട്ടവരെ, ആരാണത്? കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും ദൈവസന്നിധിയിൽ മാന്യവുമായ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളാ എന്ന പോലെ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിക്കത്തക്ക ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ക്രിസ്തുവിന്റെ അരികിലേക്ക് ജീവനുള്ള കല്ലുകളായി നമ്മെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അതാണ് പറയുന്നത്. ഈ ലോകം തള്ളിക്കളഞ്ഞ, ആർക്കും അംഗീകാരമില്ലാതിരുന്ന ക്രിസ്തുവാകുന്ന മൂലക്കല്ല്. പ്രിയപ്പെട്ട ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്നവരാണ് സഭയുടെ മക്കള്. ദൈവമക്കളെ, കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന്. പ്രിയപ്പെട്ട, എന്താണ് പാതാള ഗോപുരങ്ങൾക്ക് ഈ സഭയെ ജയിക്കാൻ കഴിയാത്തത്? പ്രിയപ്പെട്ടവരെ, അത് കർത്താവിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നതാണ്. സഭയെ നടത്തുന്നത് കർത്താവാണ്, സഭയെ നയിക്കുന്നത് കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദുഷ്ടശക്തിക്കും ഒരു അന്ധകാര ശക്തിക്കും പ്രിയപ്പെട്ടവരെ സഭയെ ജയിക്കാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലകളോട് ചേർത്ത് പണിയപ്പെട്ടവരാണ് സഭയുടെ മക്കള്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എന്നോട് ചേർത്ത് പണിയുന്ന സഭയെ പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയുകയില്ല എന്ന്. തിരുവചനം നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനേകര് ഈ വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോയവരെ നാം കാണുന്നുണ്ട്, തളർന്നു പോയവരെ നാം കാണുന്നുണ്ട്, പിന്മാറിപ്പോയവരെ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആദിമപിതാവായ ആദാമും ഹവ്വായും പ്രിയപ്പെട്ടവരെ പാപം ചെയ്ത് ആത്മീയ മരണം അനുഭവിച്ച് അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ഈ സഭയെ ജയിക്കുകയില്ല എന്ന്. എന്നാൽ നാം അപ്പോസ്തലനായ പത്രോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനേക പരാജയങ്ങൾ പിന്നീട് പത്രോസിന്റെ ജീവിതത്തിൽ വരുന്നത് നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. വിശ്വാസം ഏറ്റുപറഞ്ഞ, നീ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ, ദൈവം പ്രസാദിച്ച് അവനെയും പ്രശംസിച്ച അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഴമുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 21-ാമത്തെ വാക്യം. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, ഞാൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞു, എന്ത്? ഞാൻ വന്നത് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നിങ്ങളോടുകൂടെ എന്നും നടക്കാറില്ല, എന്നെ കൊല്ലാൻ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മരിക്കാൻ വന്നതാണ്, ഞാനിവിടെ സ്ഥിരവാസത്തിന് വന്നതല്ല. പ്രിയപ്പെട്ട കർത്താവ് ആ വന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, പിതാവ് എന്നെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, പത്രോസ് യേശുവിനെ മാറ്റി വേറിട്ട് കൊണ്ടുപോയി പറയുകയാണ്, കർത്താവേ, അത് അരുതേ. അയ്യോ, നീ അങ്ങനെ മരിക്കരുത്. കർത്താവേ, അത് അരുതേ, നീ മരിക്കരുത്, നീ എന്നും ഞങ്ങളോടുകൂടെ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, അതൊരു സാത്താൻ്റെ ആലോചനയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഒരു സാത്താനാണെന്ന്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, പത്രോസ് സാത്താനായതുകൊണ്ടല്ല, പിന്നെയോ പത്രോസിന്റെ ഉള്ളില് സാത്താൻ്റെ ആലോചന കടന്നിരിക്കുകയാണ്. എന്ത്? യേശുക്രിസ്തു കുരിശിൽ മരിക്കരുത് എന്ന് പിശാച് ആഗ്രഹിച്ച ഒരു ആഗ്രഹമാണ്. കാരണം പിശാചിന് ഇത് പ്രിയപ്പെട്ടവരെ അവനെ ജയിക്കുമെന്നും അവൻ്റെ പദ്ധതിയെല്ലാം പൊളിയുമെന്നറിയാവുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ ഉള്ളിലിരുന്ന് പിശാച് പറയുകയാണ്, എന്ത്? യേശുവേ, നീ അങ്ങനെ മരിക്കരുത് എന്ന്, നിനക്ക് അങ്ങനെയൊന്നും ഭവിക്കരുതേ എന്ന്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, സാത്താനെ, നീ എന്നെ വിട്ടുപോക, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിന്റെ ഉള്ളിലിപ്പോൾ പൈശാചികന്റെ ആലോചനയാണ് കിടന്നിരിക്കുന്നത്. ഞാൻ വന്നതിൻ്റെ ലക്ഷ്യമതല്ല, എന്നെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യമതല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പത്രോസ് ധരിച്ചത്, കർത്താവ് എന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കണം, ഒന്നിനും മുട്ടില്ലാതെ ഞങ്ങളെ നടത്തും, ഭയപ്പാടൊന്നുമില്ലാതെ നടത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം പത്രോസ് തിരിച്ചറിഞ്ഞില്ല. എന്തിനാണ് കർത്താവ് വന്നതെന്ന് പത്രോസിന് മനസ്സിലായില്ല. ദൈവമക്കളെ, ആഴമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കർത്താവിനെ വിട്ട് പലരും പിന്മാറിപ്പോയി എന്ന് ഈ പുസ്തകത്തിൽ പല ഭാഗങ്ങളും നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, മനുഷ്യപുത്രൻ
ദൈവപുത്രൻ ഈ ഭൂമിയിൽ കുരിശിൽ മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നെല്ലാം പറയുമ്പോൾ അത് അന്നത്തെ മനുഷ്യന് മനസ്സിലാക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, നിന്റെ ഉള്ളിലിപ്പോൾ പൈശാചികൻ്റെ ആലോചനയാണെന്ന്. സാത്താനെ, നീ എന്നെ വിട്ടുപോക, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഇടർച്ച വരുത്തുന്നതായ പലവിധ ആലോചനകൾ ചിലപ്പോൾ കടന്നു വരാം. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇടർച്ച വരുന്നത്, താഴ്ച വരുന്നത്, പ്രതികൂലം വരുന്നത് പലപ്പോഴും ലോകത്തിൽ നിന്നോ ലോക മനുഷ്യരിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരിൽ നിന്ന്, ആത്മീയരിൽ നിന്ന് നാം ധരിച്ചിരിക്കുന്നവരിൽ നിന്ന്, ആത്മീയ രംഗത്ത് നിന്ന് തന്നെയായിരിക്കും പലപ്പോഴും നമുക്ക് പ്രതികൂലങ്ങൾ വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. തെറ്റുപറ്റാവുന്ന സാഹചര്യത്തിലാണ്, എന്നെ വീഴിക്കാൻ ജാഗരൂകനായിരിക്കുന്ന ഒരു ശത്രുവിൻ്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. തെറ്റെനിക്ക് പറ്റരുത് കർത്താവേ, നീ വേദനിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുത് കർത്താവേ എന്നുള്ള ആ നിഷ്ഠ നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവമക്കളെ, ഞാൻ പറയട്ടെ, പുറമേ നമുക്ക് കൂട്ടായ്മക്കാരെന്ന പേരുണ്ട്. സഹോദര, നല്ലത് തന്നെയാണ്. കൂട്ടായ്മയിലേക്ക് അനേകർ വരാൻ മടിക്കുമ്പോൾ ദൈവവചനം കേൾക്കാനുള്ള ഒരു ആർത്തി നമുക്ക് തന്നു, നല്ലത് തന്നെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ പൊത്തുകൊരുത്തി ആത്മീയം കൊണ്ടോ ഈ കൂട്ടായ്മ ജീവിതം കൊണ്ടോ ഒന്നും പ്രിയപ്പെട്ടവരെ ചെന്ന് പറ്റാവുന്നതല്ല സ്വർഗരാജ്യം. സഹോദര, ദൈവത്തിന് സ്തോത്രം. നിനക്ക് എത്രമാത്രം കരുതലുണ്ട്, എത്രമാത്രം ജാഗ്രതയുണ്ട്, എത്രമാത്രം സമർപ്പണമുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ നോക്കാറുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദര, നീ ഒരു കൂട്ടായ്മക്കാരനാണെങ്കിലും നീ ഒരു വിശ്വസ്തനാണോ? സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെയെന്ന് കേൾക്കുമോ സഹോദര? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഹൃദയവേദനയോടെയാണ് ഇത് പറയുന്നത്. ദൈവമക്കളെ, നാം ഇന്ന് ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ലോകസ്നേഹികളുമായി മാറിപ്പോയിരിക്കുകയല്ലേ? നാം ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ഈ വിശ്വസ്തന്മാർ കുറഞ്ഞുപോയ തലമുറയിൽ, ഭക്തന്മാരില്ലാതെ പോയ തലമുറയിൽ സഹോദര, കേവലം ഒരു കൂട്ടായ്മക്കാരനായി നീ അധപ്പതിച്ചു പോകല്ലേ. നിന്റെ ഹൃദയം കർത്താവിന് സമർപ്പിക്ക്, ജീവിതം ക്രമപ്പെടുത്ത്. സ്വർഗം നിന്നെ നോക്കി പറയട്ടെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന്. അങ്ങനെ സാധിക്കും സഹോദര, അങ്ങനെ സാധിച്ചേ പറ്റൂ. സാധിച്ചില്ലെങ്കിൽ നീ സ്വർഗത്തിലെത്തുകയില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കാം. പ്രിയപ്പെട്ടവരെ, സാധിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നാം ആശ്രയിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എളിമപ്പെടണം. ഈ ഉന്നത ഭാവങ്ങളൊക്കെ താഴെ വെക്കണം. എന്തിനാ സഹോദര പുകഴാനുള്ളത്? എന്ത് കണ്ടിട്ടാണ് നീ ഉയർന്നു കിടക്കുന്നത്? നിന്റെ ആരോഗ്യത്തിലാണോ? നിന്റെ സമ്പത്തിലാണോ? നിന്റെ മക്കളിലാണോ? എൻ്റെ പ്രിയപ്പെട്ടവനെ, ഇതെല്ലാം ക്ഷണഭങ്കുരമാണെന്ന് നീ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ദൈവമക്കളെ, ഞാൻ ചിന്തിച്ച് നോക്കണം. എനിക്ക് എളിമയുണ്ടോ? എനിക്ക് സത്യസന്ധതയുണ്ടോ? ഞാനൊരു വിശ്വസ്തനാണോ? ഞാൻ ഇടപെടുന്ന രംഗങ്ങളിലൊക്കെ എൻ്റെ കർത്താവിനെ നോക്കി പ്രസാദിക്കുമോ? നാം ഇടപെടുന്ന കാര്യങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ക്രയവിക്രയങ്ങളിൽ, മറ്റുള്ളവരുമായി ഇടപെടലുകളിലൊക്കെ പ്രിയപ്പെട്ട നാം സ്വർഗത്തിലെ ദൈവം കാണുമ്പോൾ നാം വിശ്വസ്തരാണോ? ദൈവം പ്രസാദിക്കുന്ന ജീവിതമാണോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിലും പത്രോസ് തോറ്റുപോയി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 70 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് 3 വട്ടം പത്രോസ് തള്ളിപ്പറഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നുണ്ട്, കർത്താവ് കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ ആ പഴയ പടകും വലയും എടുത്ത് പത്രോസ് ആ തീബരിയാസ് കടലിലേക്ക് പോയി. മാത്രമാണോ പ്രിയപ്പെട്ടവരെ, കൂടെയുണ്ടായിരുന്നവരെ പിന്മാറ്റത്തിലേക്ക് വിളിച്ചു, പഴയതിലേക്ക് വിളിച്ചു. ഞാൻ പോകുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന്. ദൈവമക്കളെ, ഇത് മനസ്സിലാക്കണമെന്ത്? പത്രോസിനെ പ്രിയപ്പെട്ടവരെ ജയിക്കുകയില്ല എന്നല്ല പറഞ്ഞത്, സത്യസഭയെ പൈശാചിക കോട്ടകൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പാതാള ഗോപുരങ്ങൾ എൻ്റെ സഭയെ ജയിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. പത്രോസിൻ്റെ ആത്മീയ ജീവിതം നാം പഠിക്കുമ്പോൾ അനേക പരാജയങ്ങൾ പത്രോസിന് വന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പത്രോസിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങൾ വന്നെങ്കിലും നാം പഠിക്കേണ്ട വലിയൊരു സത്യമുണ്ട്. നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മടങ്ങി വരാനുള്ള അവസരമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, എന്തെല്ലാം തെറ്റുകൾ പത്രോസിന് പറ്റിയെങ്കിലും പത്രോസ് അനുദപിച്ചു. പത്രോസ് ആ തെറ്റിനെ ഓർത്ത് ദുഃഖിച്ചു. പത്രോസ് തൻ്റെ തെറ്റിനെ ഓർത്ത് കരഞ്ഞു. ദൈവമക്കളെ, 3 വട്ടം കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, കോഴി കൂവിയപ്പോഴേക്കും പത്രോസ് 3 വട്ടം തള്ളിപ്പറഞ്ഞിരുന്നു. ആ വിസ്താര സദസ്സിൽ നിന്ന്
കർത്താവ് തിരിഞ്ഞ് തീയായുന്നവരുടെ ഇടയിൽ നിന്ന് പത്രോസിനെ ഒന്നും നോക്കി. നാം മനസ്സിലാക്കണം, പത്രോസിന് കൊടുത്ത ആ വചനം അവനെ ഓർപ്പിച്ചതാണ്. ആ നോട്ടത്തിൽ അവന് അനുതാപം കിട്ടി. അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ പാപങ്ങളെ ഓർത്ത്, നമ്മുടെ കുറവുകളെ ഓർത്ത്, നമ്മുടെ വീഴ്ചകളെ ഓർത്ത്, നമ്മുടെ തെറ്റുകളെ ഓർത്ത്, നമ്മുടെ പിന്മാറ്റങ്ങളെ ഓർത്ത്, നമ്മുടെ അവിശ്വസ്തകളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ എളിമപ്പെടാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളുടെ മേൽ ആത്മാവിനെ പകരണമേ, ജീവൻ്റെ റൂഹ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി നിൽക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ.